ലോകഭൂപടത്തിൽ പശ്ചിമേഷ്യ ഒരു കനൽക്കട്ട പോലെ ജ്വലിച്ചു നിൽക്കുകയാണ്. ആ കനലിന്മേൽ എണ്ണയൊഴിക്കുന്ന പ്രസ്താവനകളുമായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും എത്തുമ്പോൾ ലോകം ചോദിക്കുന്ന ഒരേയൊരു ചോദ്യം ഇതാണ്: അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടൊരു യുദ്ധമുണ്ടാകുമോ? സൈനികമായും സാമ്പത്തികമായും ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയ്ക്ക് ഇറാൻ ഒരു പേടി സ്വപ്നമാണോ എന്ന ചോദ്യത്തിന് അത്ര ലളിതമായ ഉത്തരമല്ല ഉള്ളത്. പ്രത്യക്ഷത്തിൽ അമേരിക്കയുടെ സൈനിക ബലത്തിന് മുന്നിൽ ഇറാൻ നിഷ്പ്രഭമാണെന്ന് തോന്നാമെങ്കിലും ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികൾ കേവലം യുദ്ധക്കളത്തിലെ കണക്കുകൾക്ക് അപ്പുറമാണ്. ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങളും ഇറാൻ ഉപയോഗിക്കാനിടയുള്ള ബദൽ മാർഗങ്ങളും വിശകലനം ചെയ്യുമ്പോൾ ഭയത്തേക്കാൾ ഉപരിയായി ഒരു വലിയ അനിശ്ചിതത്വമാണ് ദൃശ്യമാകുന്നത്. ട്രംപിന്റെ ഇറാൻ നയം എപ്പോഴും ഒരു മാക്സിമം പ്രഷർ തന്ത്രത്തിൽ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക നട്ടലൊടിക്കുക, അവരെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുക, അതുവഴി അവരെ ഒരു പുതിയ ആണവ കരാറിലേക്ക് നിർബന്ധിതമായി എത്തിക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. 2015 ഒബാമ ഭരണകൂടം ഒപ്പിട്ട ആണവ കരാറിൽ നിന്ന് 2018 ട്രംപ് ഏകപക്ഷീയമായി പിന്മാറിയത് മുതൽ തുടങ്ങിയതാണ് ഈ ശത്രുതയുടെ രണ്ടാം ഘട്ടം. ഇപ്പോൾ തന്റെ പുതിയ ഭരണകാലത്തും ഇറാന്റെ ആണവ മിസൈൽ കേന്ദ്രങ്ങളെ തകർക്കാനും ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താനുമുള്ള വിപുലമായ പദ്ധതികൾ ട്രംപിന്റെ മേശപ്പുറത്തുണ്ട്. വമ്പൻ നാവിക വ്യൂഹത്തെ പേർഷ്യൻ കടലിടുക്കിന് സമീപം വിന്യസിച്ചുകൊണ്ട് ട്രംപ് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. സമാധാന ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുന്നു എന്ന് പറയുമ്പോഴും കയ്യിലൊരു വലിയ വടി കരുതിയിട്ടുണ്ട് എന്നതാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക ഇറാനെതിരെ ഒരു പൂർണ്ണ യുദ്ധത്തിന് മടിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ഇറാന്റെ പക്കലുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ശ്രദ്ധേയമാണ്. ഇറാന്റെ സൈനിക ശേഷി അമേരിക്കയുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണെങ്കിലും അവരുടെ മിസൈൽ സാങ്കേതിക വിദ്യ പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും മികച്ചതാണ്. ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ടെഹ്റാന്റെ പക്കലുണ്ട്. ഇസ്രായേലിനെതിരെ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ പ്രഹരശേഷി ലോകം കണ്ടതാണ്. അമേരിക്കൻ സൈനിക താവളങ്ങൾ പലതും ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിലാണ് എന്നത് പെന്റഗണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയാണ്. ഒരു മിസൈൽ തൊടുക്കുമ്പോൾ അത് തടയാൻ അമേരിക്കയ്ക്ക് സാധിച്ചേക്കുമെങ്കിലും ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും അയക്കുന്ന സ്വാം അറ്റാക്ക് രീതിയെ നേരിടുക എന്നത് വലിയ വെല്ലുവിളിയാണ്. ഇറാന്റെ മറ്റൊരു വലിയ ശക്തി അവരുടെ പ്രോക്സി ഗ്രൂപ്പുകൾ അഥവാ നിഴൽ സൈന്യങ്ങളാണ്. ലെബനനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതികൾ, ഇറാഖിലെയും സിറിയയിലെയും വിവിധ ഷിയ സായുധ സംഘങ്ങൾ എന്നിവർ ഇറാന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സജ്ജമാണ്. അമേരിക്ക ഇറാന്റെ മണ്ണിൽ ഒരു ബോംബിട്ടാൽ അതിൻ്റെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിലുടനീളം പടരും എന്നത് സത്യമാണ്. ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് 10,000 റോക്കറ്റുകൾ തൊടുക്കും. യമനിൽ നിന്ന് ഹൂതികൾ ചെങ്കടലിലെ കപ്പൽ ഗതാഗതം തടയും. ഇതൊരു പ്രാദേശിക യുദ്ധത്തെ ആഗോള പ്രതിസന്ധിയാക്കി മാറ്റും. ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇറാന് സാധിക്കുമെന്നത് ട്രംപിനെ ചിന്തിപ്പിക്കുന്നുണ്ട്. തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചു തല്ലുന്നത് ഇസ്രായേലിനെ ആയിരിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറും വാക്കല്ലെന്ന് ലോകത്തിനറിയാം. സാമ്പത്തിക രംഗത്തെ മറ്റൊരു ആറ്റോമിക് ബോംബ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോളിയത്തിന്റെ ഏതാണ്ട് 20 മുതൽ 25% വരെ കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ്. ഇതിന്റെ നിയന്ത്രണം ഇറാന്റെ കൈവശമാണ്. യുദ്ധമുണ്ടായാൽ ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ വിന്യസിച്ചോ കപ്പലുകൾ പിടിച്ചെടുത്തോ ഗതാഗതം തടയാൻ ഇറാന് സാധിക്കും. ഇത് സംഭവിച്ചാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഇന്ധനവില വർധനവ് വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്കും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിലേക്കും നയിക്കും. സ്വന്തം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഒരു നീക്കത്തിന് ട്രംപ് ഒരിക്കലും മുതിരില്ല എന്നതാണ് ഇറാന് നൽകുന്ന വലിയൊരു ആത്മവിശ്വാസം. എന്നിരുന്നാലും ഇറാന്റെ സാഹചര്യം അത്ര സുരക്ഷിതമാണെന്ന് പറയാനുമാകില്ല. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തളർത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണക്കാരായ ഇറാൻ ജനത വലിയ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും നേരിടുന്നുണ്ട്. രാജ്യത്തിനുള്ളിൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നതും അയൽ രാജ്യങ്ങളിൽ ഇറാന്റെ സ്വാധീനം കുറയുന്നതും അയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും സമീപകാലത്തുണ്ടായ തിരിച്ചടികൾ ഇറാന്റെ പ്രതിരോധ കോട്ടകളിൽ വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കയുമായി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണോ അതോ സർവ്വനാശത്തിലേക്ക് നയിച്ചേക്കാവുന്ന യുദ്ധത്തിലേക്ക് പോകണോ എന്ന കടുത്ത തീരുമാനമാണ് ടെഹ്റാന് എടുക്കേണ്ടി വരിക. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഡീൽ മേക്കറാണ്. യുദ്ധത്തേക്കാൾ ഉപരിയായി ഉപരോധങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും ഇറാനെ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എന്നാൽ വിശ്വസ്തതയില്ലാത്ത ഒരാളായിട്ടാണ് ഇറാൻ ട്രംപിനെ കാണുന്നത്. മുൻപൊപ്പിട്ട കരാറുകൾ പിച്ചുചീന്തിയ ഒരാളുമായി വീണ്ടും ചർച്ച നടത്തുന്നത് ആത്മഹത്യാപരമാണെന്ന് ഇറാന്റെ പരമോന്നത നേതൃത്വം കരുതുന്നു. തന്റെ ആണവായുധ മോഹങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറല്ലെങ്കിൽ അത് തടയാൻ ഇസ്രയേലിന് ട്രംപ് പച്ചക്കൊടി നൽകിയേക്കാം. അങ്ങനെയുണ്ടായാൽ അത് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സംഘർഷത്തിന് തുടക്കമിടും. ചുരുക്കത്തിൽ ട്രംപിന്റെ ഇറാൻ
പേടി എന്നത് കേവലം ഒരു ഭീതിയല്ല, മറിച്ച് അതൊരു കണക്കുകൂട്ടലാണ്. യുദ്ധം ജയിക്കാൻ എളുപ്പമാണെങ്കിലും അത് വരുത്തിവെക്കുന്ന സാമ്പത്തികവും നയതന്ത്രപരവുമായ നഷ്ടങ്ങൾ താങ്ങാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഓരോ ബോംബും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കൂടി ബാധിക്കുമെന്ന് ട്രംപിന് നന്നായി അറിയാം. അതേസമയം ഇറാൻ തങ്ങളുടെ സൈനിക കരുത്ത് വികസിപ്പിക്കുന്നത് തുടരുകയും ചെയ്യുന്നുണ്ട്. ലോകം ഒരു മുൾമുനയിൽ നിൽക്കുമ്പോൾ നയതന്ത്രജ്ഞരുടെയും കരുത്തുറ്റ നിലപാടുകളുടെയും ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെയാണ് ഇറാൻ അമേരിക്ക ബന്ധം മുന്നോട്ടു പോകുന്നത്. ഈ സംഘർഷം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വരും തലമുറകൾ കൂടി അനുഭവിക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരണമെങ്കിൽ ആയുധങ്ങളെക്കാൾ കൂടുതൽ വിവേകത്തിന് പ്രാധാന്യം നൽകേണ്ടി വരും. വരും ദിവസങ്ങളിൽ ട്രംപ് നടത്തുന്ന ഓരോ നീക്കവും ലോക ചരിത്രത്തിന്റെ ഗതി മാറ്റാൻ കെൽപ്പുള്ളവയാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നിലുള്ളത് കേവലം ഒരു പടയൊരുക്കമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ സമസ്യയാണ്. ഈ സമസ്യയ്ക്ക് സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ, അതോ പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധത്തിലേക്ക് എറിയപ്പെടുമോ എന്നതാണ് ഇനി കാണേണ്ടത്. സമാധാനത്തിന്റെ വാതിലുകൾ ഇപ്പോഴും പാതി തുറന്നു കിടക്കുന്നുണ്ടെങ്കിലും തോക്കുകൾ ഇനിയും ഉറയിലിടാൻ ഇരുപക്ഷവും തയ്യാറായിട്ടില്ല എന്നത് ആശങ്കാജനകമാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ അധികാര വടംവലിയിൽ ലോകത്തിന് നൽകാനുള്ള സന്ദേശം വളരെ വ്യക്തമാണ്. ശക്തി പ്രകടനങ്ങളെക്കാൾ പ്രധാനം സംഭാഷണങ്ങളാണ്. ട്രംപ് തൻ്റെ രണ്ടാമത്തെ ഊഴത്തിൽ പഴയ തെറ്റുകൾ തിരുത്തുമോ, അതോ പുതിയ സംഘർഷങ്ങൾക്ക് തിരികൊളുത്തുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം. വരും ദശകങ്ങളിലെ ആഗോള രാഷ്ട്രീയത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നത് ഈ ഇറാന്റെയും അമേരിക്കയുടെയും ചാണക്യ തന്ത്രങ്ങളായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.